നമസ്കാരം. ജാതക കഥകളിലെ 65-ാമത്തെ കഥ സിംഹത്തോലിട്ട കഴുത. ബോധിസത്വൻ വാരണാസിയിലെ ഒരു ഗ്രാമത്തിൽ കൃഷിക്കാരനായി കഴിയുന്ന കാലം. അന്ന് ഗ്രാമങ്ങൾ തോറും സാധനങ്ങൾ കൊണ്ടു നടന്നു വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ കച്ചവട സാധനങ്ങളെല്ലാം വലിയ ഭാണ്ഡത്തിലാക്കി കഴുതപ്പുറത്ത് കയറ്റി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും. ഏതെങ്കിലും ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാൽ ഭാണ്ഡമിറക്കി വയ്ക്കും. പിന്നെ ആരും കാണാതെ ഭാണ്ഡത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സിംഹത്തോലെടുത്ത് കഴുതയെ പുതപ്പിക്കും. എന്നിട്ട് അതിനെ അടുത്തുള്ള ഏതെങ്കിലും നെൽവയലിലേക്ക് അടിച്ചിറക്കും. കഴുത സിംഹം വയലിലിറങ്ങി ആവശ്യം പോലെ നെല്ല് തിന്ന് വയറു നിറയ്ക്കും. കൃഷിക്കാർ ആരെങ്കിലും ഇത് കണ്ടാൽ തന്നെ സിംഹമാണെന്ന് കരുതി പേടിച്ച് അങ്ങോട്ട് ചെല്ലുകയില്ല. ഇതായിരുന്നു കച്ചവടക്കാരൻ്റെ സ്ഥിരം പരിപാടി. ഒരിക്കൽ അയാൾ ബോധിസത്വൻ താമസിക്കുന്ന ഗ്രാമത്തിലെത്തി. പതിവ് പോലെ കഴുതപ്പുറത്ത് നിന്ന് ഭാണ്ഡമിറക്കി വെച്ചു. സിംഹത്തോൽ പുതപ്പിച്ച് കഴുതയെ അടുത്ത വയലിലേക്ക് ഇറക്കി വിട്ടു. പിന്നീട് അയാൾ ഭാണ്ഡവും എടുത്തുകൊണ്ട് ചന്തസ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് ഒരു കൃഷിക്കാരൻ വയലിലേക്ക് വന്നത്. അവിടെ ഒരു സിംഹം നിൽക്കുന്നത് കണ്ട് അയാൾ പേടിച്ച് നിലവിളിച്ചു, "വയലിൽ സിംഹമിറങ്ങിയേ, ഓടി വരണേ, ഓടി വരണേ!" അയാളുടെ നിലവിളി കേട്ട് നാട്ടുകാർ കല്ലും വടിയുമൊക്കെയായി ഓടി വന്നു. കൂട്ടത്തിൽ എന്താണ് ബഹളമെന്നറിയാൻ ബോധിസത്വനും അവിടേക്ക് വന്നു. ആൾക്കൂട്ടത്തിൻ്റെ ഒച്ചയും ബഹളവും കേട്ട് കഴുത പേടിച്ച് കരയാൻ തുടങ്ങി. ബേ ബേ ബേ. അത് കേട്ടപ്പോൾ ബോധിസത്വന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, "കൂട്ടരെ, അത് സിംഹവും കടുവയും ഒന്നുമല്ല, സിംഹത്തോലിട്ട വെറും കഴുതയാണ്." കാര്യം പിടികിട്ടിയപ്പോൾ ആളുകളെല്ലാം കൂടി കഴുതയെ തല്ലി ശരിപ്പെടുത്തി. അപ്പോഴേക്കും ബഹളം കേട്ട് കച്ചവടക്കാരനും അവിടെ എത്തി. എന്നാൽ കാര്യം പന്തിയല്ലെന്ന് കണ്ട് അവൻ വന്ന പോലെ തന്നെ ഓടി ഒളിച്ചു. നന്ദി.